നിങ്ങൾ ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആരാകണമെന്നാണ് പറയുന്നത്? ഇൻഡിപെൻഡൻ്റ് ആകണമെന്നാണ് പറയുന്നത്. സാറ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല ആകേണ്ടത്, പിന്നെ ആരാണ്? ഇന്നർ ഡിപ്പെൻഡബിൾ സോണിലേക്ക് എത്തണം. നമ്മിൽ വിശ്വാസത്തോടെ എനിക്ക് എന്തിനേയും ചെയ്യാൻ പറ്റുമെന്ന് കരുത്തോടെ നിൽക്കാൻ പറ്റുന്നതാണ് എന്ത്? ഇന്നർ ഡിപ്പെൻഡബിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഈ ഏജ് 15 to 17, 15 to 18 എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ഡിപ്പെൻഡബിൾ ആയിരുന്നു, ഇനി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ പോകുന്നു. ഇവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണം? ഇന്നർ ഡിപ്പെൻഡബിൾ ആകാനുള്ളൊരു കപ്പാസിറ്റി ഈ 15 to 18 എന്ന് പറയുന്ന ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ ഇന്നർ ഡിപ്പെൻഡബിൾ ആയാലേ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ്ഫുൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ പ്രൊഫഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു പ്രൊഫഷനിൽ ചെല്ലുമ്പോൾ തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഓർക്കുന്നൊരു വ്യക്തിയുടെ പേരാരാ? APJ അബ്ദുൽ കലാം. കാര്യം എന്താണ്? ആ ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു പവർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ഇന്നർ ഡിപ്പെൻഡബിൾ ആയിരുന്നു. അതാണ് നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെറുതെ സബ്ജക്റ്റ് പഠിപ്പിച്ച് നിങ്ങളെ വിടുകയല്ല, പകരം എങ്ങനെ ജീവിതത്തിൽ വിജയിക്കണം, എന്താണ് ശരിയായ എഡ്യൂക്കേഷൻ എന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് ലൈഫ് എന്നതിനെക്കുറിച്ച് തിരിച്ചറിവുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത, വ്യത്യസ്തത നിങ്ങൾ മനസ്സിലാക്കുന്നത്.